ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബ്രേസ്ലെറ്റുകൾ ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ വ്യക്തിയുടെ നെയിം മനസ്സിലേക്ക് കൊണ്ടുവരിക. സാക്രൽ ചക്ര വന്നിട്ടുണ്ട്. ഡെസ്റ്റിനി വന്നിട്ടുണ്ട്. റിവാർഡ് വന്നിട്ടുണ്ട്. ആൻഡ് യൂണിവേഴ്സ്, ന്യൂ ബിഗിനിങ്. ഓക്കെ, ലവ് ബിഗിനിങ് ആണ് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറൻറ്റ് എനർജി ആൻഡ് സ്റ്റാറ്റസ് ആണ് നമ്മളെടുത്തത്. ഇവിടെ ഡെസ്റ്റിനിയും അതുപോലെ തന്നെ യൂണിവേഴ്സിൻ്റെ കാർഡും ലവ് ബിഗിനിങ് ഒക്കെ വരുമ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം. ഇതൊരു കാർമിക് ആയിരിക്കാം, അതായത് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ള ആളുകൾ ഇതിനകത്ത് കാണുന്നുണ്ട്. അതായത് ഒരുപാട് ലെസൺസ് എടുക്കുക, ഒരുപാട് പാഠങ്ങൾ പഠിക്കുക. അത് ഇമോഷണലി ഉള്ള കാര്യങ്ങൾ, റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം ലൈഫിലേക്ക് ഒരുപാട് ഉപയോഗമായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, നിങ്ങളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് ആ സിറ്റുവേഷൻസ് എങ്കിൽ പോലും അത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക്. ആൻഡ് ന്യൂ ബിഗിനിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രഗ്ലിങ് സിറ്റുവേഷൻ്റെ സമയത്തൊക്കെ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കത്തിന് ഈ ഒരു പേഴ്സൺ കാരണമായിട്ടുണ്ടാകും. ഓക്കെ, അപ്പം ഇതൊരു കാർമികമായിട്ട് വരുന്നത് നിങ്ങളുടെ അടുത്തുള്ള ചില കർമ്മകൾ തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം ഇത് ഇങ്ങനെ നിങ്ങൾ ഒരുപാട് ലെസൺസ് എടുക്കുമ്പം നിങ്ങൾ ഒരുപാട് സ്ട്രഗ്ലിങ് സിറ്റുവേഷനിലൂടെ പോകാം. അതായത് ഒരുപാട് അനുഭവിക്കേണ്ടി വരിക, ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരിക, ഒരുപാട് കാര്യത്തിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടില്ല എന്ന് പോലും നിങ്ങൾ വിചാരിച്ചു പോകുന്ന നിമിഷങ്ങൾ ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ മനസ്സിലാക്കുക, നമുക്കിവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് ലവ് ബിഗിനിങ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് സ്റ്റേജ് ഇവിടെ ഉണ്ട്. പക്ഷേ അതിനു മുൻപേ ഈ ഒരു കാർമിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പം ഈ പാഠങ്ങൾ പഠിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്. അതിന് ശേഷമായിരിക്കും ഈ റിലേഷൻഷിപ്പിലെ ഒരു ന്യൂ ബിഗിനിങ് സ്റ്റേജിലേക്ക് വരുന്നത്. മേ ബി ഇതൊരു കാർമിക് ആണെങ്കിൽ പോലും ഒരു ടിൻ ഫ്ലെയിം ജേണിയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ടിൻ ഫ്ലെയിം കണക്ഷൻസ് ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു കർമ്മ എൻഡ് ആയതിൻ്റെ ശേഷമാണ് നിങ്ങളിലേക്ക് പുതിയ തുടക്കം വരുന്നത്. ഓക്കെ, അതായത് റിയൂണിയൻ. നിങ്ങളിപ്പം സിറ്റുവേഷൻസ് എന്താണെങ്കിലും സ്ട്രഗ്ലിങ് എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം അവസാനം മാത്രമേ നിങ്ങൾ രണ്ടുപേരും ഒരു മ്യൂച്വൽ ആയിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ട് ഈ റിലേഷൻഷിപ്പിനെ എടുക്കത്തുള്ളൂ. അവിടെയാണ് യൂണിവേഴ്സിൻ്റെ റിസൾട്ട് വരുന്നത്. ഓക്കെ, അപ്പം പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ട് വരുമ്പം അത് വരുന്ന സമയത്ത് അത് വാല്യൂ മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമേ അവിടെ ഒരു റീജോയിനിങ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ നടക്കാൻ പോകുന്നത്. എന്നാൽ നിങ്ങളിവിടെ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും, വെയിറ്റ് ചെയ്തിട്ടുണ്ടാകാം, വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെയുള്ളതാണ് കാണുന്നത്. ഓക്കെ, അപ്പം ചെറിയൊരു റീഡിംഗ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താകും എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അതിവിടെ ലവ് ബിഗിനിങ് തന്നെയാണ്. ഓക്കെ, ഇത് പോസിറ്റീവാണ്, ക്ലെയിം ചെയ്യുക. പക്ഷെ അതിന് മുൻപേ നിങ്ങൾ ഒരുപാട് സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കർമ്മയാണ്, അല്ലെങ്കിൽ തീർക്കേണ്ട ഒരു കാര്യമാണ്.